നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തൊടുകുറി അധ്യായത്തിലൂടെ ചില കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ ഈ തൊടുകുറി അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം സാക്ഷാൽ മുരുക ഭഗവാന്റെ ചിത്രമാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ ചിത്രമാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച്, ഈശ്വരാനുഗ്രഹത്താൽ കടന്നു വരാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ദൈവത്തിന്റെ ഒരു വിളി തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാവരും ശക്തിയോടെ നിൽക്കുമ്പോൾ നിങ്ങൾ തകർന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ ലഭിക്കുന്നതായ ഒരു ഉത്തരമായി തന്നെ ഈ അധ്യായത്തെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ ആരെയും വിഷമിപ്പിക്കുന്ന വ്യക്തികളല്ല. എന്നാൽ പലപ്പോഴും നിങ്ങളെ പല വിധത്തിലുള്ള വിഷമതകളും ചോദ്യങ്ങളും അലട്ടുന്നു എങ്കിൽ അതിന് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം തന്നെയാണ്, മറുപടി തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുക. അതിനാൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മനസ്സിൽ കാണണം. ശേഷം നിങ്ങളുടെ വിഷമതകൾ, പ്രയാസങ്ങൾ എല്ലാം ആ ദേവതയിലേക്ക് അല്ലെങ്കിൽ ആ ശക്തിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ തന്നിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഒരു നിമിഷം പരാമർശിച്ചതുപോലെ ഏവരും ചെയ്യുക. നിങ്ങളുടെ മനസ്സാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം എല്ലാ വിഷമതകളും ഒഴിയണം എന്ന പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. അല്ലെങ്കിൽ ആ ദേവതയ്ക്ക് മുൻപിൽ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ് എങ്കിലും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ മുരുകസ്വാമിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഭഗവാനെ തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് മലിനമല്ലാത്തതിനാൽ, മനസ്സ് ശുദ്ധിയോടെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ നിങ്ങളിലേക്ക് ആ ശക്തി ചില കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പലതും നിങ്ങളിൽ നിലനിൽക്കുന്നില്ല എന്ന വിഷമകരമായ സാഹചര്യമുണ്ട്. അത് പണമാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കാത്തതായ ഒരു സാഹചര്യമുണ്ട്. പണം സമ്പാദിക്കുന്നു എങ്കിൽ പോലും ധനം കൈകളിൽ നിൽക്കുന്നില്ല. അതിന്റെ കാരണം പലവിധ ചിലവുകൾ തന്നെയാണ്. അതുവരെ നിങ്ങൾക്ക് ദൃശ്യമാകാത്തതായ ചിലവുകൾ പോലും കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എത്ര തന്നെ ശ്രമിച്ചാലും പണം അത് നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. പെട്ടെന്ന് ഒരു ചെലവ് വന്നു ചേരാം. നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാകില്ല. എന്നാൽ അത്തരം ചെലവ് നിങ്ങളുടെ കൈകളിലെ പണം നഷ്ടമാക്കുന്നു എന്നതാണ് വാസ്തവം. തടസ്സകാലം തന്നെയാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ആ തടസ്സങ്ങളെ ഒരു പരിധി വരെയെങ്കിലും നീക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനപൂർണമായ ചില കാര്യങ്ങൾ അത് ആഗ്രഹിക്കുന്നു എങ്കിൽ കുടുംബത്തിൽ ഒരു സമാധാനം സിദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുന്നു.
മനസമാധാനം പല കാര്യങ്ങളിലൂടെയും കടന്നു വരുന്ന സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. പുരോഗതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ലഭിക്കാത്തതായ സാഹചര്യം നിങ്ങളെ പലപ്പോഴും വിഷമത്തിലാഴ്ത്തുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലൂടെയും പണം നിങ്ങളിലേക്ക് ലഭിക്കാനുണ്ട് എങ്കിലും അത് നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യം നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും ഒരു ശുഭവാർത്ത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശുഭകാര്യങ്ങൾ കടന്നു വരണം എന്ന ആഗ്രഹവും നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും അത് സാധിക്കുന്നില്ല. വരുമാനം നിങ്ങളെ തേടിയെത്താത്തതായ അവസ്ഥയുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും മനസ്സ് ചില സമയങ്ങളിൽ അത്തരത്തിൽ കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു വളർച്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വളർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട അസൂയ കാണുവാൻ സാധിക്കുന്നു. അവർ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങളെ നീക്കുവാനും സമൃദ്ധിയെ നിങ്ങൾക്ക് തടസ്സപ്പെടുത്തുകയും, അതായത് നിങ്ങൾക്കുണ്ടാകുന്നതായ തടസ്സങ്ങൾ അത് വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നതായ സാഹചര്യമുണ്ട്. അവരുടെ ശ്രമങ്ങളാലോ അല്ലെങ്കിൽ അവരുടെ കണ്ണേറ് പോലുള്ള കാര്യങ്ങളാലോ നിങ്ങൾക്ക് പലപ്പോഴും കൈകളിൽ പണം നിൽക്കാത്തതായ സാഹചര്യമുണ്ട്. പല അസ്വസ്ഥതകളും ഇവർ മൂലം വർദ്ധിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവർ മൂലമാണ് എന്നതും വാസ്തവം തന്നെയാണ്. അല്ലെങ്കിൽ ഇവർ അതിനൊരു കാരണമാകുന്നു, ഇവരും കാരണമാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്നത് നിങ്ങളുടെ പോസിറ്റീവായ ഊർജം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ നെഗറ്റീവായ എനർജിയെ പതുക്കെ പുറന്തള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം കാര്യങ്ങൾ മാറി തുടങ്ങുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് അതിനാൽ തന്നെ അനുകൂല സാഹചര്യങ്ങൾ വന്ന് ചേരാം എന്നതും വാസ്തവമാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ളതായ പ്രവൃത്തികൾ അത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. പലവിധ തടസ്സങ്ങൾ മാറുവാനായുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ അത് വിജയം കാണാം. പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായ്മ ചെയ്യുവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് സഹായകരമായി തീരാം. ചില പരിഹാരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള പ്രാർത്ഥനാ ഫലം കാണാവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മറഞ്ഞു പോയതായ ചിരി, നിങ്ങൾക്ക് വർദ്ധിക്കുന്ന കാര്യങ്ങൾ, മാറ്റങ്ങൾ അനുഭവവേദ്യമാകുന്ന സാഹചര്യങ്ങൾ, വഴക്കുകൾ കുറയുന്നതായ സാഹചര്യങ്ങൾ, ജീവിതത്തിൽ പുരോഗതി കടന്നു വരുന്ന അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ആ മനോഭാവത്തിൽ ഒരു മാറ്റം സിദ്ധിക്കാവുന്ന ഒരു സമയം തന്നെയാണ് അത്. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടത്? അത് മനസമാധാനം കൂടിയാണ്. അത് അനുഭവിക്കുവാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. പലപ്പോഴും നിങ്ങളുടെ ഭാഗ്യത്തിന് എന്ത് സംഭവിച്ചു എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഭാഗ്യം നിങ്ങൾക്ക് കുറവാണോ അല്ലെങ്കിൽ മറ്റുള്ളവർ മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണോ എന്ന് പോലും ചിന്തിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ സമയം ആഗതമാകുന്നു എന്നുള്ളതാണ്. അത് പെട്ടെന്ന് തന്നെ സാധിക്കണം എന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്കത് നിങ്ങളുടെ പ്രവൃത്തികൾ അല്പം കൂടി അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നിരുന്നാലും പൊതുവിൽ ഒരു 6 മാസം മുതൽ 5 മുതൽ 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ഈ സമയം നിറവേറ്റപ്പെടുന്ന ഒരു സമയമാണ്.
ഈ സമയം നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ അത് നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതിനാൽ ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി നൽകണം എന്ന പ്രാർത്ഥന അത് നിങ്ങൾക്ക് ഫലിക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. സമാധാനം സിദ്ധിക്കണം എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ഫലം കാണുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. ഈ സമയം നിങ്ങൾക്ക് ഉയർച്ച കൈവരിക്കുവാനുള്ള ചില സാഹചര്യങ്ങളാണ് അനുകൂലമാവുക. അത് തീർച്ചയായും നിങ്ങൾ ഗുണകരമായി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും തല കുനിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. അപമാനങ്ങൾ, അവഗണനകൾ, വിഷമതകളുണ്ട്. പലപ്പോഴും നിങ്ങൾ ദുർബലരായി പോകുന്നു എന്ന് പോലും തോന്നുന്ന സാഹചര്യമുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ പ്രവർത്തിക്കുന്നത്, അത് വേണ്ടപ്പെട്ടവരായ പല വ്യക്തികൾക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല പരീക്ഷണങ്ങളിലൂടെയും അത് വിവാഹ ജീവിതവുമാണ് എങ്കിലും മറ്റു കാര്യങ്ങളാണ് എങ്കിലും ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കാലത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ സമയം പലരും നിങ്ങളെ വില കുറച്ച് കാണുന്നതായ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു ചേരും. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ, ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ അയ്യപ്പ സ്വാമിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉണർവ് ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. അത് ആത്മീയപരമായ ഉണർവാണ്. നിങ്ങളുടെ ജ്ഞാനം വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വളരെയധികം ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും പുറമേക്ക് പറയേണ്ടതായിട്ടില്ല എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും സമയമെടുത്ത് ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. നിരന്തരം പല കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. എത്ര തന്നെ ചിന്തിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചാൽ പോലും ചിന്തകൾ കൂടുതലായി വന്ന് ചേരുന്ന ഒരു സാഹചര്യം. മനസ്സിന്റെ ഭാരമാണ് ഇവിടെ കാണിക്കുന്നത് എന്നതാണ് വാസ്തവം. ഭാരം ഒന്ന് അകന്നു പോകണം എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസമില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ പ്രാർത്ഥനകൾ അത്രമേൽ ശക്തമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ പിശകിയാൽ ആ കാര്യം നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം. കാരണം നിങ്ങളിലേക്ക് ചില അനുഗ്രഹങ്ങൾ തന്നെയാണ് കടന്നു വരുന്നത്. മുൻപ് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശരിയാക്കുവാനുള്ള ഒരു അവസരം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. അടുത്ത 60 ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഈ 60 ദിവസങ്ങൾ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായ അല്ലെങ്കിൽ കൈക്കൊള്ളുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ഈ 60 ദിവസങ്ങൾക്കുള്ളിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില സംശയങ്ങൾ, ആ സംശയങ്ങൾ ദൂരീകരിക്കുവാനും മനസ്സിലേക്ക് ചില അനുകൂല കാര്യങ്ങൾ കടന്നു വരാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ സമയം തെറ്റേത് ശരിയേത് എന്ന് വേർതിരിക്കുവാൻ സാധിക്കും. ആര് പറയുന്നത് വിശ്വസിക്കണം എന്ന് പോലും മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. തെറ്റായിട്ടുള്ള ചില ചിന്തകൾ, ബന്ധങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം എങ്കിൽ അത് സാധ്യമാകുന്ന സമയമാണ്.
പല കാര്യങ്ങളിലും ഒരു പുരോഗതിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. പരീക്ഷാ വിജയങ്ങളിലേക്ക് കടക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു അവസരം സിദ്ധിക്കാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നടക്കുവാനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ ആ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്ന ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം പല കാര്യങ്ങളിലും ഇപ്രകാരം പ്രവർത്തിച്ചാൽ മതിയോ എന്ന ചിന്ത നിങ്ങളിലേക്ക് വരാം. അതായത് കൂടുതൽ ഊർജം ആവശ്യമാണ്, ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കണം എന്ന ബോധ്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ആത്മാവിന്റെ ഒരു വിളി തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്നതാണ് വാസ്തവം. ഈ സമയം ഭക്തിയുടെ ഒരു ആഴം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. ആത്മീയ കാര്യങ്ങളിൽ നിങ്ങളുടെ താല്പര്യം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം ഉറപ്പായും ചില കാര്യങ്ങൾ സംഭവിക്കും എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുകയും മനസ്സിന്റെ ഭാരം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ പല കാര്യങ്ങളും ഒഴിവാക്കുവാനോ അത് കുറച്ചു കൊണ്ടുവരുവാനോ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് സാധ്യമാകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചില തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ചില പരിഹാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം ചെറിയ മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് സാധ്യമാകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും ഒരു ആശയവിനിമയം കൃത്യമായി തന്നെ തീരുന്ന സാഹചര്യമുണ്ട്. സന്തോഷിക്കുവാൻ സാധിക്കുന്നതായ രീതിയിൽ ഒരു തീരുമാനം എടുക്കുവാനോ ഒരു ഭാഗ്യം തുണയ്ക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു കൃത്യതയാർന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ മനസ്സിലേക്ക് വരികയും മറ്റുള്ളവരിൽ നിന്നും ഒരു മൃദുസ്വരം തന്നെ കേൾക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാൻ സാധിക്കും. മനസമാധാനം ലഭിക്കണം എന്ന പ്രാർത്ഥനാ ഫലം കാണുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാകുന്നു എന്നും കൃത്യമായി തന്നെ പല കാര്യങ്ങളിലും ഒരു ജ്ഞാനം ലഭിച്ചു എന്ന സാഹചര്യം വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, അതായത് നിങ്ങളെ നയിച്ചത് നിങ്ങൾ വിശ്വസിച്ച ആ ശക്തിയാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. വിജയത്തിന്റെ ശക്തി തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുക. ഭയം നിങ്ങൾക്ക് ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ്. അത് സാധിക്കാവുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന ചിന്ത ഒഴിവാക്കുവാൻ സാധിക്കും. ആരും മനസ്സിലാക്കുന്നില്ല എന്ന ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കും. മനസ്സിൽ പലവിധ യുദ്ധങ്ങൾ നടക്കുന്നതായ സാഹചര്യമുണ്ട്. അതിലൊരു കൃത്യത കൈവരിക്കുവാൻ സാധിക്കും. ചില ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ ഏറ്റെടുക്കുവാനും പരീക്ഷണങ്ങളുണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരാണ് നിങ്ങളെ വില കുറച്ച് കണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായി പോരാടുവാനും നീതിക്കായി പോരാടുവാനും സാധിക്കും. നിങ്ങളുടെ കുടുംബത്തിനായി തീർച്ചയായും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. നിങ്ങളുടെ പോരാട്ടം തീർച്ചയായും അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായും വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുന്ന സമയമാണ്. ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ അകലാം. എന്താണോ നിങ്ങളുടെ പ്രയാസം അത് കൂടുതൽ മനസ്സിലാക്കി ഇതുവരെ ചിന്തിക്കാത്തതായ ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുകയും ചെയ്യാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്പം ആശ്വാസം ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം.
സ്ഥിരത പല കാര്യങ്ങളിലും പുലർത്തുവാൻ സാധിക്കും. ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കുടുംബത്തെ രക്ഷിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കുന്ന ചില തീരുമാനങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കും. വിഷമമുണ്ട് എങ്കിലും അത് കൃത്യതയോടെ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങണം.